അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പ് മൂന്നാർക്ക്. ജീവിതത്തിൽ ഇതുവരെ പോകാത്തൊരു ട്രിപ്പാണ്. ഇതുവരെ എങ്ങും പോയിട്ടുമില്ല. ഏകദേശം 32 വർഷം എടുത്തു എനിക്കൊരു യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. സോ നമുക്ക് പോയാലോ? അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഗാഡ്ജറ്റ് എന്ന് പറയുന്നത്. അധികമൊന്നുമില്ല. ലഗേജ്, ബാഗ്, ഗ്ലൗ, ഹെൽമെറ്റ്, കുറച്ച് ചാർജേഴ്സ്, അത് മാത്രമാണ് ഞാൻ എടുക്കുന്നുള്ളൂ. വേറൊന്നും ഞാൻ എടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ ഒരു ബാഗ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കവറില്ലേ, ഫുൾ കവർ, ബൈക്കിൻ്റെ റോയൽ എൻഫീൽഡിൻ്റെ ഫുൾ കവറാണത്. നമ്മുടെ RT 300 ഞാൻ വാങ്ങിയ കവറാണ്. അപ്പോൾ കുഴപ്പമില്ല, മാച്ചിങ് ആണ്, അത്യാവശ്യം സൂട്ടബിൾ ആണ്. സോ അത് നമുക്ക് ചാർജർ ഇടാൻ വേണ്ടി ഉപയോഗിക്കാം. എനിക്ക് തോന്നുന്നു ചാർജർ ഇതിൽ വെക്കുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. കാരണം മഴക്കാലം അല്ലേ, കാരണം കുറച്ചൊരു പ്രൊട്ടക്ഷൻ. എൻ്റെ ബാഗ് വാട്ടർ പ്രൂഫ് അല്ലാത്തതുകൊണ്ട് എന്തായാലും മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം എന്തായാലും ഉള്ളോട്ടെത്തും. അപ്പം ഇത് നനയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാലും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇതിനുള്ളിൽ വെക്കാം. സോ അതിനാണ് ഞാൻ ഈ ബാഗ് ഇപ്പോൾ തൽക്കാലം യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഒരു ബാഗ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫോൺ വെക്കാൻ വേണ്ടി തന്നെയാണ്. കാരണം മഴക്കാലമാണ്, മഴ പെയ്ത് കഴിഞ്ഞാൽ കോട്ട് എന്തായാലും ഇടും. സോ കോട്ട് ഇടുന്ന സമയത്ത് നമുക്ക് പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുക്കാനും അതിനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഈ ഒരു ബാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ നമ്മളെ ചെക്കനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാഗ് കെട്ടാൻ വേണ്ടി റോപ്പില്ല, അത് മാത്രമാണ് ഒരു സങ്കടം, വാങ്ങണം. പിന്നെ ഞാൻ പോകുന്നതിനെ പ്രമാണിച്ച് അമ്മയ്ക്ക് ഭയങ്കര സങ്കടം. കാരണം ഞാൻ ഇതുവരെ അങ്ങനെ വിട്ടു നിന്നിട്ടില്ല. വിട്ടു നിൽക്കാത്തതുകൊണ്ടായിരിക്കണം മേ ബി അമ്മ ഭയങ്കര സങ്കടത്തോടെയാണ് എന്നെ നോക്കി നിൽക്കുന്നത്. പെട്ടെന്ന് വരണേ, നോക്കി പോണേ എന്നൊക്കെ പറഞ്ഞിട്ട്. സാധാ അമ്മമാരുടെ ഒരു കെയറിങ് ഉണ്ടല്ലോ, ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, അത് നമുക്ക് കാണാൻ പറ്റും. കാരണം വിട്ടു നിൽക്കുന്നതിൻ്റെ ഒരു വിഷമം അമ്മയ്ക്ക് നല്ലപോലെ ഉണ്ട്. ഏകദേശം 2-3 ദിവസമാണ് ഞാൻ പോകാറുണ്ട്, പോയിട്ടില്ല എന്നൊന്നല്ല. പക്ഷേ എന്തോ അമ്മയ്ക്ക് ഈ ഒരു പോക്ക് ഭയങ്കര സങ്കടം പോലെ എനിക്ക് തോന്നുന്നു. കാരണം പ്രത്യേക കെയറിങ്ങും പ്രത്യേക രീതിയിലുള്ളൊരു എന്താ പറയുക, നോട്ടവും ഭാവമൊക്കെ ആയിരുന്നു പുള്ളിക്കാരിക്ക് ഉണ്ടായിരുന്നത്. കാത്തിരിപ്പിനൊരു വിരാമം പോലെയാണ് ഈ ഒരു ട്രിപ്പ് എനിക്ക് വന്നു പറ്റിയത്. കാരണം ഒരു 32 വർഷം എടുത്തു എനിക്കൊരു ട്രിപ്പിലേക്ക് എത്തിപ്പെടാൻ. സമയമില്ല, ജോലി, എങ്ങനെ പോകാൻ, പൈസയില്ല, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ മാറ്റി വെച്ച് ഏകദേശം 32 വർഷമായെന്ന് വേണേൽ പറയാം. ഇപ്പോൾ ഡയറക്റ്റ് ഞാൻ ട്രിപ്പിലേക്ക് പോകുകയല്ല, ഓഫീസിൽ പോയിട്ട് വൈകുന്നേരമാണ് ഇറങ്ങുക. ഇപ്പം രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ മാത്രമാണ് ഞാനിതിൽ പങ്കുവെക്കുന്നത്. മഴ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അറിയാലോ, സൂക്ഷിച്ചു പോകേണ്ട സമയമാണ്. ആദ്യത്തെ ട്രിപ്പാണ്, അപ്പോൾ മാക്സിമം സൂക്ഷിച്ച് തന്നെ പോകണം. ഇനിയും ട്രിപ്പ് മുന്നോട്ട് പോകാനുള്ളതാണ്. സോ എല്ലാവരോടും പ്രത്യേകം ഞാൻ പറയുന്നു, കട്ട സപ്പോർട്ട് ചെയ്യാം. ഫുൾ ടാങ്ക് പെട്രോൾ എന്തായാലും വേണം. കാരണം ഞാൻ അന്ന് വണ്ടി എടുത്ത സമയത്ത് ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചതാണ്, പിന്നെ ഞാൻ അടിച്ചിട്ടേ ഇല്ല. അപ്പം ഫുൾ ടാങ്ക് പെട്രോൾ വണ്ടിയിൽ നമ്മൾ ഫില്ല് ചെയ്യുന്നുണ്ട്. ഏകദേശം 1052 രൂപ ഉണ്ടെങ്കിൽ ഫുൾ ടാങ്ക് പെട്രോൾ സെറ്റായിട്ടുണ്ട് വണ്ടിയിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ട് പോകുന്നൊരു ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ വളരെ എക്സൈറ്റഡ് ആണ്. ഫ്രണ്ട്സ് ഉണ്ട് കൂടെ, അവർ വൈകുന്നേരം കൊളാബ് ചെയ്യും എൻ്റെ കൂടെ. സോ ഇതാണ് എൻ്റെ ട്രാവൽ വ്ലോഗ്. സ്റ്റാർട്ട് ചെയ്യുന്നു മൂന്നാർക്ക്. ഇതുവരെ ഞാൻ പോയിട്ടില്ല മൂന്നാറാണോ പോകുന്നത് അയ്യെന്ന് ചോദിച്ചാൽ ആരും കളിയാക്കരുത്. കാരണം ഞാൻ പോയിട്ടില്ല സത്യമായിട്ടും. അപ്പോൾ കോഴിക്കോട് നിന്ന് മൂന്നാർ പോകുന്ന ഒരു യാത്ര ഒപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ കൂടെ ഉണ്ടാവുക. സോ ഇതാണ് നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലേക്കുള്ള വഴി എന്ന് പറയുന്നത്. സോ ഞാൻ എത്തി ഗൈസ്. സോ ഇനി ഡ്യൂട്ടി കയറുക. ഡ്യൂട്ടി കഴിഞ്ഞ് വൈകുന്നേരം കാണാം. ബൈ.